നമസ്കാരം. ദിലീപ് ഉൾപ്പെടുന്നു എന്ന് പറയപ്പെട്ട ഗൂഢാലോചന കേസിൽ ഇനിയിപ്പോൾ അങ്ങനെ പറയണമല്ലോ, വിധി പറഞ്ഞ വനിതാ ന്യായാധിപയ്ക്കെതിരെ ഒരു വക്കീലടക്കം നിരവധി പേർ പൊതു ഇടങ്ങളിലും അതുപോലെ സൈബർ ഇടങ്ങളിലും ആ ന്യായാധിപയ്ക്കെതിരെ രൂക്ഷമായ ആക്രമണമാണ് നടക്കുന്നത്. അവർ തൃശൂർ CPM ജില്ലാ സെക്രട്ടറി ശ്രീ M വർഗീസിന്റെ മകളാണ്, ജസ്റ്റിസ് ഹണി M വർഗീസ്. അവര് വളരെ നീതിയുക്തമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ന്യായാധിപ തന്നെയാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. ഞങ്ങളുടെ കേസ്, ഞാനും DNA എഡിറ്റർ സുമേഷ് മാർക്കോപോളോയും ഞങ്ങൾ ഉൾപ്പെട്ട ഒരു കേസ്, തീർച്ചയായിട്ടും അത് ഞങ്ങൾ ജയിലിലൊക്കെ കിടന്നതാണ്. ആ കേസിൽ ഞങ്ങൾക്ക് ജാമ്യം തന്നതും ഞങ്ങളുടെ കേസ് പരിഗണിച്ചതും ഒക്കെ തന്നെ, ആദ്യഘട്ടത്തിൽ പരിഗണിച്ചതും ഒക്കെ തന്നെ ശ്രീമതി ഹണി M വർഗീസ് ആണ്. അവര് ന്യായത്തിന്റെ ഭാഗത്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, റീസണിങ്ങിന്റെ അടിസ്ഥാനത്തിലൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. യാതൊരു തർക്കവും അതിനകത്തില്ല. നമുക്ക് നേരിട്ട് ആ കോടതി നടപടികളിലൂടെ കടന്നുപോയത് കൊണ്ട് അത് അനുഭവമുണ്ട്. അപ്പം അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, അവരെ ചീത്ത വിളിച്ചുകൊണ്ട്, അവർ ദിലീപ് വന്നപ്പോൾ എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി എന്ന് പറയുന്ന രീതിയിലൊക്കെ തന്നെ വളരെ മോശം പരാമർശങ്ങൾ ആ ന്യായാധിപയ്ക്കെതിരെ. അവരൊരു ജില്ലാ ജഡ്ജിയാണ്, അവര് അധികാര സ്ഥാനത്തുള്ള ഒരു നിയമവ്യവസ്ഥയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു ഓഫീസറാണ്, ജുഡീഷ്യൽ ഓഫീസറാണ്. അവരെയാണ് ഈ തേജോവധം ചെയ്യുന്നത്. ഇവന്മാരൊന്നും, അതായത് ഈ തേജോവധം ചെയ്യുന്നവന്മാരും അവരെ ചീത്ത വിളിക്കുകയും അവരെ ബുദ്ധിമുട്ടിക്കുകയും അവരെ സൈബർ അറ്റാക്ക് നടത്തുകയും ഒന്നും ചെയ്യുന്നവന്മാരെ വെറുതെ വിട്ടില്ല. തീർച്ചയായിട്ടും ഇവർക്കൊക്കെ എതിരെ വ്യക്തമായ അന്വേഷണം ഉണ്ടാവും. ഇവന്മാരെയൊക്കെ തന്നെ പൊക്കും. തീർച്ചയായിട്ടും ജില്ലാ ജഡ്ജിക്കെതിരെ ഇത്തരത്തിൽ സൈബർ ആക്രമണം, നേരിട്ടുള്ള മാധ്യമങ്ങളിലൂടെയുള്ള ആക്രമണമൊക്കെ നടത്തിയവന്മാരെ, ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ചവന്മാരെ, ചീത്ത വിളിച്ചവന്മാരെ ഒക്കെ പൊക്കും, യാതൊരു സംശയവുമില്ല. അതിനകത്ത് അതിനുവേണ്ട നടപടിക്രമങ്ങളുമായി സർക്കാർ മുമ്പോട്ട് പോവുകയാണ്. സർക്കാർ ഇപ്പോൾ ഈ വിഷയത്തിൽ ഹണി M വർഗീസിനെതിരെയുള്ള ഇത്തരം സൈബർ ആക്രമണങ്ങൾ, മാധ്യമങ്ങളിലൂടെയുള്ള ആക്രമണങ്ങൾ, അതിനൊക്കെ വ്യക്തമായ അന്വേഷണം നടത്താൻ പോവുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. അത് ഗൗരവത്തിൽ എടുത്തു തന്നെ ഈ ഒരു വിഷയത്തിൽ അന്വേഷണം നടത്തും. കോടതിയുടെ വിശ്വാസ്യത ചോർത്തുന്ന തരത്തിലുള്ള സൈബർ ആക്രമണങ്ങളിൽ ഹൈക്കോടതിയിലെ മുതിർന്ന ജഡ്ജിമാരടക്കം അതൃപ്തിയിലാണ്. മംഗളമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ടതാണ് ജഡ്ജിയായ ഒരു വനിതയ്ക്കെതിരെ ആക്രമണത്തിന് കാരണം. പലതരത്തിലുള്ള പോസ്റ്റുകളും ഇവർക്കെതിരെ നടക്കുന്നു. അതായത് കോടതി നടപടികളെ കുറിച്ചൊന്നും ഒരു ധാരണയില്ലാത്തവന്മാരാണ്, കോടതിയുടെ വരാന്ത പോലും കാണാത്തവന്മാരാണ് ഈ സൈബർ ആക്രമണം നടത്തുന്നത്. ജഡ്ജി ദിലീപിനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പിയെന്ന് പ്രതികളും വാദികളും വക്കീലന്മാരും ഉദ്യോഗസ്ഥരും അടക്കം എല്ലാവരും കോടതി മുറിയിലേക്ക് പ്രവേശിച്ച ശേഷം ഒരു ബെല്ല് ഈ കോടതിയിലെ ഒരു ഉദ്യോഗസ്ഥൻ അടിച്ചതിന് ശേഷം ആണ് ബഹുമാനപ്പെട്ട ജഡ്ജി കോടതിയിലേക്ക് മറ്റൊരു വാതിലിൽ കൂടെ പ്രവേശിക്കുന്നത്. അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എല്ലാവരെയും, നീതി ദേവതയടക്കം അവിടെയുള്ള പൊതുസമൂഹത്തെ, വക്കീലന്മാരെ എല്ലാവരെയും വണങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വണങ്ങിയ ശേഷമാണ് അവർ ആസനസ്ഥയാകുന്നത്, ഇരിക്കുന്നത്. അവർ ദിലീപിനെ കണ്ട് എഴുന്നേറ്റ് നിന്ന് വണങ്ങി എന്ന് ധരിച്ചവന്റെയൊക്കെ തലമണ്ടക്കിട്ട അടിയാണ് കൊടുക്കേണ്ടത്. മാത്രമല്ല, വളരെ കൃത്യതയാർന്ന വിധികൾ ധാരാളം പറഞ്ഞ, ന്യായത്തിന്റെയും നീതിയുടെയും പക്ഷത്ത് കൃത്യമായി നിൽക്കുന്ന ഒരു ന്യായാധിപയാണ്, ഒരു ജുഡീഷ്യൽ ഓഫീസറാണ് ഹണി M വർഗീസ്. അവരെ അത്തരത്തിൽ അധിക്ഷേപിക്കുന്നത് അത് ഒരിക്കലും ശരിയായ നടപടിയല്ല. ഒരു കോടതി, എന്തായാലും കോടതി ഇവരെ മാറ്റണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ വരെ പോയവന്മാരുടെ കാര്യം എന്തായി? അതുപോലെ തന്നെ ഇവർക്കെതിരെ ഊമക്കത്തയച്ചവന്മാരുണ്ട്. എന്തൊക്കെ തോന്നിയാസങ്ങളാണ് ഒരു ജുഡീഷ്യൽ സംവിധാനത്തിന് എതിരെ ഇവിടെ നടക്കുന്നത്. ഇതൊക്കെ ആരുടെ പ്രേരണയാൽ ചെയ്യുന്നതാണ്? എല്ലാവരെയും കുറിച്ച് അന്വേഷിക്കും, എല്ലാവരെയും പൊക്കിയാകത്തിടും, സംശയമൊന്നുമില്ല. ജഡ്ജിയെ ചീത്ത വിളിക്കാൻ ഹൈക്കോടതി അടക്കം ഈ വിഷയത്തിൽ ഇടപെടും എന്നാണ് മനസ്സിലാക്കുന്നത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കൂടി ആയിരിക്കും ചിലപ്പോൾ അന്വേഷണം നടക്കുന്നത്. കാരണം ഇവര് ജസ്റ്റിസ് ഹണി M വർഗീസ് ജില്ലാ ജഡ്ജിയാണ്. അപ്പം ആ രീതിയിൽ കൃത്യമായി ഒരു ജുഡീഷ്യൽ ഓഫീസറെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ സൈബർ ആക്രമണം നടത്തുന്ന ഈ രീതി, അത് സാമൂഹ്യ വിരുദ്ധത തന്നെയാണ്. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളി തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കേസിൽ അവരുടെ മുന്നിൽ വന്ന തെളിവുകളും സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ശാസ്ത്രീയ തെളിവുകളും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജഡ്ജി വിധി പറഞ്ഞത്. അപ്പം ജഡ്ജി എന്തിനങ്ങനെ വിധി പറഞ്ഞു? ജഡ്ജി രാജിവെച്ച് പുറത്തു പോകണമെന്നൊക്കെ ഒരു അഭിഭാഷക കിടന്ന് അലയ്ക്കുന്നത് ഇവർക്കൊക്കെ തലയ്ക്ക് തുപ്പില്ലേ? എല്ലാവരും, ഈ അഭിഭാഷക അടക്കം ഈ അന്വേഷണ പരിധിയിൽ വരും. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ആയിരിക്കും അന്വേഷണം എന്നാണ് മനസ്സിലാകുന്നത്. ന്യായമായി കാര്യങ്ങൾ പഠിച്ച് ഒരു വിധി പറഞ്ഞിട്ട് ആ ജുഡീഷ്യൽ സംവിധാനത്തെ, ആ ജഡ്ജിയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സൈബർ ആക്രമണം നടത്തുന്ന ഇവന്മാരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? എന്തും ആർക്കെതിരെയും പറയാം എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. നീതിന്യായ സംവിധാനത്തെ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് ഓരോരുത്തന്മാർ ഇങ്ങനെ താണ്ഡവമാടുകയാണ്. എല്ലാത്തിനെയും പൊക്കിയാകത്തില്ല, സംശയമില്ല.
അതിനുവേണ്ട അന്വേഷണങ്ങൾ എത്രയും പെട്ടെന്ന് അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും എന്ന് തന്നെയാണ് സൂചനകൾ.